بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ തുടർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിലേക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. ബയാനു മറാത്തിബില്ലദീന യുബ്ഗിദൂന ഫില്ലാഹി വ കൈഫിയത്തി മുആമലതിഹി. ഇവിടെ ചർച്ച വരുന്നത് ആദാബുൽ ഇൽഫത്തി വൽ ഉഖുവത്തി വസ്സുഹബത്തി വൽ മുആശറത്തി, കൂട്ടുജീവിതം, സഹവാസം, സാഹോദര്യം, പരസ്പരം ഇണങ്ങി ജീവിക്കുക, ഇതിലൊക്കെ ഉള്ള ആദാബുകളാണ് ചർച്ച ചെയ്തു വരുന്നത്. അതില് അള്ളാഹുവിന്റെ വഴിയിലുള്ള ബുഗ്ദ് എങ്ങനെ എന്നതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഭാഗങ്ങളിലൂടെ മുന്നോട്ട് പോകാം. ബയാനു മറാത്തിബില്ലദീന യുബ്ഗിദൂന ഫില്ലാഹി വ കൈഫിയത്തി മുആമലതിഹി. അള്ളാഹുവിന്റെ വഴിയിൽ കോപം പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിന്റെ റുത്തുബകൾ, അതുപോലെ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, ഇതിന്റെ റുത്തുബകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പുകൾ, അതിന്റെ സ്ഥാനങ്ങൾ, ഏതൊക്കെ മർത്തബയിലാണ്, അപ്പൊ എങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറേണ്ടത്. ഫൈൻ കുൽത്ത, ഒരു ചോദ്യം ഉണ്ടാകും, ഇദ്ഹാറുൽ ബുഗ്ദി വൽ അദാവത്തി ബിൽ ഫഇലി ഇല്ലം യകുൻ വാജിബൻ ഫലാ ശക്ക അന്നഹു മൻദൂബുൻ ഇലൈഹി. കഴിഞ്ഞ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ കോപം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ശത്രുത പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി, അത് നിർബന്ധമല്ലെങ്കിൽ പിന്നെ അത് ഒന്നുകിൽ മന്ദൂബായിരിക്കണം. ഈ ആസി ഉസാത്ത്, ദോഷികൾ, അതുപോലെ സ്ഥിരമായി തെറ്റ് ചെയ്യുന്നവർ, ഒരു വ്യത്യസ്ത റുതുബയിലുള്ളവരായി. കൈഫ യനാലുൽ ഫളല ബി മുആമലതിഹി, അവരോടും മുആമലത്തിനൊരു ഒരു ഒരു ബഹുമാനം ഉണ്ടാവും. അവരോടൊരു മുആമലത്തിന്റെ തന്നെ ആവശ്യം എന്താണ്? വഹൽ യസ്ലകു ബി ജമീഇഹിം മസ്ലകം വാഹിദൻ അം ലാ, എല്ലാരോടും ഒരേ മസ്ലക്ക് ആകുമോ അല്ലെങ്കിൽ ഇല്ലേ? ഫഅലം, ഇവിടെ മനസ്സിലാക്കേണ്ടത്, അന്നൽ മുഖാലിഫ് ലി അംദില്ലാഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് എതിരാകുന്ന ഒരു മനുഷ്യൻ, ലാ യഖ്ലു ഇമ്മാ യകുന മുഖാലിഫൻ ഫി അഖ്ദിഹി ഔ ഫി അമലിഹി, ഒന്നുകിൽ അവന്റെ അഖ്ദ്, ഇടപാട്, അതല്ലെങ്കിൽ അവന്റെ അമല്, പ്രവർത്തനം, ഇതിൽ അവൻ മുഖാലിഫായിരിക്കും, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിരിക്കും. അവൻ നടത്തുന്ന ഇടപാട് തെറ്റ്, അതല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം തെറ്റ്. വൽ മുഖാലിഫു ഫിൽ അഖ്ദി, ഒരു അഖ്ദിൽ മുഖാലിഫായ മനുഷ്യൻ, ഇടപാടിൽ എതിരാകുന്ന മനുഷ്യൻ, ഇമ്മാ മുബ്തദിഉൻ ഔ കാഫിർ, അവൻ ഒന്നുകിൽ മുബ്തദിയാണ് അല്ലെങ്കിൽ കാഫിറാണ്. വൽ മുബ്തദിഉ ഇമ്മാ ദാഇൻ ഇലാ ബിദ്അതിഹി ഔ സാക്കിത്തു, ഒരു മുബ്തദിഉ ഒന്നുകിൽ അവന്റെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ്, ഔ സാക്കിത്തുൻ, അല്ലെങ്കിൽ അവൻ ക്ഷണിക്കുന്നൊന്നുമില്ല, അവൻ ആ വിഷയത്തിൽ സൈലന്റ് ആണ്, മൗനിയാണ്. വസ്സാക്കിത്തു ഇമ്മാ ബി അജ്സിഹി ഔ ബി ഇഖ്തിയാരിഹി, ഈ മൗനം പാലിക്കുന്ന ആള് ഒന്നുകിൽ അവനക്ക് വയ്യാത്തത് കൊണ്ടാണ്, ജയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഔ ബി ഇഖ്തിയാരി, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, പിന്നെ ഇവനെ കീഴടക്കാം എന്ന ചിന്ത കൊണ്ടാണ്. ഫഅഖ്സാമുൽ ഫസാദി ഫിൽ ഇഅ്തിഖാദി സലാസത്തുൻ, ഈ ഇഅ്തിഖാദില് പിഴക്കുന്നത് അത് 3 വിധത്തിലാണ്. അൽ അവ്വലു അൽ കുഫ്റു, അതിലൊന്ന് കുഫ്റാണ്. ഇഅ്തിഖാദിൽ പിഴക്കുന്ന ഒന്ന് കുഫ്ർ തന്നെയാണ്. മഅദല്ലാഹ്. ഫൽ കാഫിറു ഇൻ കാന മുഹാരിബൻ ഫഹുവ യസ്തഹിഖുൽ ഖത്ല വൽ ഇർഖാഖ്, കാഫിർ എന്ന് പറയുന്നത് എതിർദിശയിൽ നിന്ന് നമ്മളോട് യുദ്ധത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു ഹർബിയാണ്. ഹർബിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, യുദ്ധത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, സ്വാഭാവികമായി യുദ്ധത്തിൽ അവൻ കൊല്ലപ്പെടാൻ അർഹൻ, അല്ലെങ്കിൽ അവൻ അടിമയാക്കപ്പെടാൻ അർഹൻ.
വലൈസ ബഅദഹ ഇനി ഇഹാനത്തുൻ, ഇതിലും വലിയ ഇഹാനത്ത് വേറെ ഇല്ല. അവിടെ വേറൊരു ഇഹാനത്ത് എക്സ്ട്രാ പിന്നെ ആവശ്യമില്ല. വമ്മ ദിമ്മിയു, ഇനി ഹർബി അല്ലാത്ത ഒരു മനുഷ്യൻ, നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു നമ്മളെ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു അവിശ്വാസി, ഫൈന്നഹു ലാ യജൂസു ഈദാഉഹു, അവനെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് വകുപ്പില്ല. ഇല്ലാ ബിൽ ഇഅ്റാദി അൻഹു വത്തഹ്ദീറു ലഹു, അഥവാ വേണ്ടി വന്നാൽ അവനോട് അങ്ങോട്ട് ഒരാവശ്യം ഉണ്ടെങ്കിൽ അവനോട് അങ്ങോട്ട് ഒരു ഇതിന് പോകാതിരിക്കലാണ് അവനോട് ചെയ്യാവുന്ന മാക്സിമം ഈദാ. അവനോടുള്ള അകന്നു നിൽക്കുക, അവനോട് എതിരെ ചെയ്യാവുന്ന കാര്യം അകന്നു നിൽക്കൽ മാത്രമാണ്. തഹ്ഖീറു ലഹു, നിസ്സാരപ്പെടുത്താം. എങ്ങനെ? നമ്മളെ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാതിരിക്കുക. അപ്പോ അവൻ കുടുസായിക്കൊണ്ടിരിക്കും. അബി തെർക്കിൽ മുഫാത്തഹത്തി ബിസ്സലാമി, അവനോട് പോയിട്ട് അങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയാതിരിക്കുക. അപ്പൊ അവന് ഭയങ്കര പ്രയാസം ഉണ്ടാകും. ഫൈദാ ഖാല അസ്സലാമു അലൈക്കും, അവർ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഖുൽതു അലൈക്കും, നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയാം. അപ്പോ ഒരു സന്തോഷ പ്രകടനം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യാവുന്നത്. വല്ലൗല അൽ കഫു അൻ മുഖാലത്തത്തിഹി വ മുആമലത്തിഹി വ മുആക്കലത്തിഹി, ഏറ്റവും നല്ലത് അവനോട് ഇടപെടാതിരിക്കുക, അവനോട് ഇടപാടുകൾ നടത്താതിരിക്കുക, അവന്റെ കൂടെ ഒന്നിച്ച് നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെയാണ് അങ്ങനെയുള്ള ഒരാളോട് നല്ലത്. എന്നാൽ ശ്രദ്ധിക്കണം, എത്ര ഭംഗിയായിട്ടാണ് ഗസാലി ഇമാം ഈ വിഷയം പറയുന്നത്. ഒരു മുഖാലിഫായ ഒരാളോട് പെരുമാറുന്ന രീതിയായിരുന്നു അമ്മൽ ഇംബിസാത്തു മാഹു വൽ ഇസ്തിർസാലു ഇലൈഹി, അവനോട് കൂടി ഇടപഴകുക. യുസ്തർസലു ഇലൽ അസ്ദിഖ, ചങ്ങാതിമാരോട് ഇഷ്ടമിത്രങ്ങളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയിരിക്കുക. ഫഹുവ മക്രൂഹുൻ കറാഹത്തൻ ഷദീദത്തൻ, അത് കറാഹത്താണ്, ശക്തമായ കറാഹത്താണ്. യുക്കാദു യുൻതഹാ മാ യഖ്വാ മിൻഹാ ഇലാ ഹദ്ദി തഹരീം, തഹരീം വരെ എത്താവുന്ന കറാഹത്താണ്. ഖാല അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഒരു ശത്രുത ആവശ്യമുള്ള ഒരാളെയാണ് ഇവിടെയൊക്കെ ചർച്ചാ വിഷയമാക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വാസമുള്ളവർ, യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ, അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കൂല, അവരോട് ഈമാനുള്ളവർ അവരോട് സ്നേഹം പ്രകടിപ്പിക്കൂല. വലൗകാനു ആബാഅഹും ഔ അബ്നാഅഹും, അത് ബാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും. ഖുർആനിന്റെ ആയത്ത്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞാൽ മുസ്ലിമു വൽ മുശ്രിക്കു ലാ തതറാഅ നാറാഹുമ, അവർ രണ്ടാളും ഒന്നാകൂല, രണ്ടാളുടെയും നാർ ഒന്നാകൂല എന്ന് പറഞ്ഞാൽ രണ്ടാളും ഒരേ ഇതിൽ പോകും, മുന്നോട്ട് പോകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വി വഅദുവ്വക്കും ഔലിയാ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഇഷ്ടമിത്രമാക്കുക. അപ്പോ കൂടി ജീവിക്കുമ്പോ ആവശ്യമുള്ളവരോടാണ് കൂടി ജീവിക്കേണ്ടത്, അല്ലാത്തവരോട് കൂടി ജീവിക്കുക എന്നുള്ള ഗുണമല്ല, അത് പലപ്പോഴും അത് ദോഷം സൃഷ്ടിക്കുന്നതാണ് എന്ന് ഈ ആയത്തുകൾ ഉദ്ധരിച്ച് പഠിപ്പിക്കും. ഇനി രണ്ടാമത്തെ ബുഗ്ള്, രണ്ടാമത്തെ കോപം ഏതാ? അത്താനിയൽ മുബ്തദിഉ അല്ലദീ യദ്ഉ ഇലാ ബിദ്അത്തിഹി, അവന്റെ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മുബ്തദിഅ. ഫൈൻ കാനത്തിൽ ബിദ്അത്തു ബിഹൈതു യക്ഫുറു ബിഹാ, കുഫർ ഉണ്ടാകാൻ സാധ്യതയുള്ള ബിദ്അത്താണെങ്കിൽ ഫഅംറുഹു അശദ്ദു മിനദ് ദിമ്മി, ദിമ്മീനേക്കാൾ ശ്രദ്ധിക്കേണ്ടത്, കഠിനമായി ശ്രദ്ധിക്കേണ്ടത് അവനെയാണ്. കാരണം ഒരു ലിഅന്നഹു ലാ യുഖിറു ബിജിസിയത്തിൻ വലാ യുസാമിഹു ബിഅഖ്ദി ദിമ്മത്തിൻ, അവന് ദിമ്മത്തും ഇല്ല, അവനാണെങ്കിൽ ജിസിയയും ഇല്ല. ഒരു ദിമ്മിയെ ജിസിയ കൊടുക്കും, ടാക്സ് എന്ന് തൽക്കാലം പറയാം. ഇവന് ഇതൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. വൈൻകാന മിമ്മൻ ലാ യക്ഫുറു ബിഹി ഫഅംറുഹു ബൈനഹു വബൈനല്ലാഹി അഖഫ് മിൻ അംരിൽ കാഫിരി ലാ മഹാലത്ത്, അവന് കുഫർ പറയപ്പെടാത്ത ഒരാളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കാഫറിനേക്കാൾ അവൻ്റെത് ലോ ആണ്, കുറച്ചും കൂടെ താഴെയാണ്. വലാകിന്നൽ അംറ ഫിൽ ഇൻകാരി അലൈഹി അശദ്ദു മിൻഹു അലൽ കാഫിർ, പക്ഷെ അവനോടുള്ള പെരുമാറ്റം
കാഫിറിനേക്കാൾ ശക്തമായി അവനോട് സമീപനം സ്വീകരിക്കണം. കാരണം എന്താ, എന്ന ഷർറുൽ കാഫിർ ഗൈറു മുതഅദ്ദിൻ. ഒരു അവിശ്വാസി ഒരിക്കലും അവിശ്വാസിയുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവന്റെ ഒരു സമീപനം നമ്മളുടെ വിശ്വാസത്തെ ഒന്നും സ്വാധീനിക്കില്ല. കാരണം അവൻ അവിശ്വാസിയാണെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഇവൻ ഒരു മുസ്ലിമാണ് എന്നൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവന്റെ ഓരോ വിശ്വാസവും നമ്മൾ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവനെയാണ്. ഫൈനൽ മുസ്ലിമീന എഴുത്തഖദു കുഫ്റഹു. മുസ്ലിമീങ്ങൾ ഇവൻ കുഫ്റാണ് എന്ന് വിശ്വസിച്ച് ഇവന്റെ കയ്യിലുള്ളത് കുഫ്റാണെന്ന് വിശ്വസിച്ചു. ഫലാ യൽതഫിത്തൂന ഇലാ ഖൗലിഹി. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു പ്രസ്താവന വിഷയമല്ല. ഇതിലാ യദ്ദഈ ലിനഫ്സിഹി അൽ ഇസ്ലാമ. അവൻ ഇസ്ലാമിനെ വാദിക്കുന്നില്ല. വഅ്തിഖാദിൽ ഹഖ്. അവൻ ശരിയാണ്, ഹഖ് വിശ്വസിക്കുന്നു എന്ന് അവൻ വാദിക്കുന്നില്ല. അമ്മൽ മുബ്തദിഉ അല്ലദീ യദ്ഉ ഇലൽ ബിദ്അത്തി. ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു മുബ്തദിഅ. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ മുബ്തദിഅകളെ കുറിച്ച് എപ്പോഴും മുബ്തദി എന്ന് തന്നെ പ്രയോഗിക്കുകയും ചെയ്യും. അവര് പരമാവധി സുന്നിയായ നമ്മളെ കുറിച്ച് സുന്നി എന്ന് പറയുന്നതിന് പകരം സമസ്തക്കാരെന്ന് പ്രയോഗിച്ച് അത് സ്ഥിരപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം സുന്നികൾ എന്ന പ്രയോഗം ബോധപൂർവം പ്രയോഗിക്കാനും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും ഒരു അനാവശ്യമായ ബഹളത്തിന് പോയി കൊടുക്കരുത്. ബഹളത്തിന് പോയി കൊടുക്കുന്ന സമയത്ത് കുറെ തർക്കങ്ങൾക്ക് പോയി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഒരു മൂല്യം ഉണ്ടാക്കാനും അവർക്ക് ഒരു ലൈവായി നിൽക്കാനൊക്കെ ഒരു സഹായകമാകുകയുള്ളൂ. തർക്കം അറിയുന്ന നിപുണന്മാർ മാത്രം തർക്കിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ദൗരുത്തർ പണ്ഡിതന്മാർ ചെയ്തു. നമുക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് അഖ്ദുകളിൽ ഏറ്റവും നല്ല ഒരു ബുഗ്ള് ആവശ്യമുള്ളയിടത്ത് ഏറ്റവും നല്ല ബുഗ്ള് അതാണ്. അമൽ മുബ്തദിഉ അല്ലദീ യദ്ഉ ഇലൽ ബിദ്അത്തി. വിദഅത്തിലേക്ക് ക്ഷണിക്കുന്നവൻ വയസ്ഉമു അന്നമാ യദ്ഉ ഇലൈഹി ഹഖ്ഖുൻ. അവൻ ക്ഷണിക്കുന്നത് ഹഖാണെന്ന് വാദിക്കുന്നവൻ ഫഹുവ സബബുൻ ലി ഗവായത്തിൽ ഖൽഖി. അത് മനുഷ്യന്മാർ പിഴച്ചു പോകാനുള്ള കാരണമാണ്. ഫശർറുഹു മുതഅദ്ദി. അവന്റെ ശർറ് വല്ലാതെ എല്ലാവരിലേക്കും എത്തും. ഫൽഇസ്തിഹ്ബാബു ഫീ ഇദ്ഹാരി ബുഗ്ദിഹി വൽ മുആദാതിഹി വൽ ഇൻഖിതാഇ അൻഹു. അവിടെ ഇസ്തിഹ്ബാബ് ആണ് എന്തിൽ ഇവനോട് ദേഷ്യം പ്രകടിപ്പിക്കുക, ശത്രുത കാണിക്കുക. വൽ ഇൻഖിതാഇ അൻഹു, അവനിൽ നിന്ന് മാറി നിൽക്കുക. അത് യദ്ഉ ഇലൈഹി ഹഖ്ഖുൻ. വൽ ഇൻഖിതാഇ അൻഹു വ തഹ്ഖീറുഹു, അവനെ നിസാരപ്പെടുത്തുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിസാരപ്പെടുത്തൽ എങ്ങനെയാണ്. തസ്നീഉ അലൈഹി, അവനെ ഒരു മോശമാക്കി കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് തന്നെ കാണിക്കുക. ഇതാ 20 മഹാന്മാര് നിസ്കരിച്ച 20 അത് 8 പറയാ, ചിലപ്പോ ഇല്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് തന്നെ തസ്നിയ, അവരെ മോശപ്പെടുത്തി തന്നെ പറയാം. തസ്നിഉ അലൈഹി ബി ബിദ്അത്തി, അവന്റെ വിദേഹത്ത് മോശമാക്കി കാണിക്കുക. തൻഫീരിൻ നാസി അൻഹു അശദ്ദ, അവനോട് അകറ്റി നിർത്തി ഇത്തരം വിഷയങ്ങൾ. ആ പള്ളിയിൽ അവരുടെ കൂടെ പോകണ്ട, അങ്ങനെ തൻഫീർ, അകറ്റുക. വൈൻ സല്ലമ ഫി ഖൽവത്തിൻ ഫലാ ബഅസ ബിറദ്ദി ജവാബി. ഒറ്റക്കൊരിടത്ത് വെച്ച് അവൻ സലാം പറയുകയാണെങ്കിൽ ഫലാ ബഅസ ബിറദ്ദി ജവാബി, എന്ത് ചെയ്യാം, അവന്റെ ആ ഒരു ജവാബ് റദ്ദ് ചെയ്യാം. വൈൻ അലിംത അന്നൽ ഇഅറാദ അൻഹു വസുകൂത അൻ ജവാബിഹി. ഇനി നിനക്ക് മനസ്സിലാകുകയാണ് അന്നൽ ഇഅറാദ അൻഹു, അവനെ തൊട്ട് തിരിഞ്ഞു കളയുന്നത്, വസുകൂത അൻ ജവാബിഹി, അവന് ജവാബ് കൊടുക്കാതിരിക്കുന്നത്, ജവാബ് കൊടുക്കാതെ മൗനം പാലിക്കുന്നത്, യഖ്ബഹു ഫീ നഫ്സിഹി ബിദ്അതുഹു വയുഅ്സിറു ഫീ സജ്രിഹി. അവന് മിണ്ടാതിരുന്നാൽ അവനോട് തന്നെ അവൻക്ക് തോന്നും, ഇതെന്റെ വിദേഹത്ത് കൊണ്ടല്ലേ അവര് മിണ്ടാത്തത്, അതുകൊണ്ട് എന്റെ വിദേഹത്ത് എനിക്ക് നല്ലതല്ല എന്നവർക്ക് തോന്നുമെങ്കിൽ യുഅ്സിറു ഫീ സജ്രിഹി, അവന്റെ സജ്റ് ഫലപ്പെടും, അവനെ മാറ്റി നിർത്തുന്നത് ഫലപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഫതർക്കുൽ ജവാബി, അവന് അവിടെ മിണ്ടാതിരിക്കുന്നത്, അവനോടുള്ള ആൻസർ ഒഴിവാക്കുന്നത് നല്ലതാണ്. ലിഅന്ന ജവാബൽ ഇസ്ലാമി വഇൻ കാന വാജിബൻ
അവന് സലാം പറഞ്ഞാലും മറ്റുമൊക്കെ ജവാബ് കൊടുക്കുന്നത് വാജിബാണെങ്കിൽ ഫയസ്ഖുതു ബി അദ്നാ വറദിൻ ഫീഹി മസ്ലഹത്തുൻ, കാര്യങ്ങൾക്ക് വേണ്ടി അത് ഒഴിവാക്കാം. ഫീഹി മസ്ലഹത്തുൻ, മസ്ലഹത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഒഴിവാക്കാം. ഹത്താ യസ്ഖുതു ബി കൗനിൽ ഇൻസാനി ഫിൽ ഹമ്മാം, എത്രത്തോളം ഒരാളൊരു ബാത്റൂമിലുള്ളപ്പോ പോലും സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല എന്നല്ലേ. അപ്പൊ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നമില്ല, ഒരു പിന്നെ അങ്ങനെ ഒരു ഒഴിവാക്കുന്നത് പ്രശ്നമല്ല. ഔഫി ഖളായി ഹാജത്തിഹി, അല്ലെങ്കിൽ അയാള് വിസർജന സ്ഥാനത്താണുള്ളത്. വഗറദു സജ്രി അഹമ്മു മിൻ ഹാദിഹിൽ അഗ്റാദ്, ഈ സജ്റിന്റെ ആവശ്യം, ഒരാൾ മാറ്റി നിർത്തുന്നതിന്റെ ആവശ്യം അഹമ്മു മിൻ ഹാദിഹിൽ അഗ്റാദ്. ആദ്യമായിട്ടൊക്കെ ഈ ക്ലാസ് പങ്കെടുക്കുന്നവര് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടും. അത് നമ്മളെ ആ ഗ്രൂപ്പിൽ, ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഗ്രൂപ്പിൽ ഉണ്ടാകും. അപ്പൊ ആ ഗ്രൂപ്പില് മൊത്തം എല്ലാ ക്ലാസ്സിന്റെയും കിട്ടും. അതും കൂടെ കണ്ടാല് ഒരു സുഖം ഉണ്ടാവും. ഇതിപ്പോ നമ്മള് ബോധിന്റെ ഭാഗം എത്തിയത് കൊണ്ട്, അതായത് കോപപ്രകടനത്തിന്റെ ഭാഗം എത്തിയത് കൊണ്ട് മറ്റേ ഭാഗത്തിന് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ ഭാഗം കേൾക്കാതെ ഇത് മാത്രം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു അരോസരം ഉണ്ടാകാൻ സാധ്യത. അപ്പോ വൈങ്കാന ഫി മലഇൻ ഫതർക്കുൽ ജവാബി ഔല തംഫീറൽ ലിന്നാസിയൻ, നമ്മളൊരു സമൂഹത്തിലിരിക്കുന്ന സമയത്താണ് ഇവൻ പറഞ്ഞ് സലാം പറയുന്നതെങ്കിൽ അവിടെ ജവാബ് ഒഴിവാക്കുന്നത് നല്ലതാണ്. തംഫീറുൽ ലിന്നാസി, ജനങ്ങളെയും കൂടി അകറ്റാൻ. ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതാ ഇവനൊരു സലാം പറഞ്ഞാൽ അവനോടൊരു ബന്ധം പുലർത്തുന്നത് ഗുണമല്ലാത്തവനാണ്. അവരെ കാഴ്ചയിലും ഈ വിദേഹത്ത് മോശമാണ്. ഇത്തരം ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആചാരങ്ങൾ, മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന ആചാരങ്ങൾ. ഇപ്പോ ജുമാ നടക്കുമ്പോ ലോകത്ത് മുഴുവനും മുസ്ലിമീങ്ങൾ നടത്തുന്ന ജുമായ പോലെ അല്ലാത്തൊരു ജുമാ പഠിപ്പിക്കുക, അതുപോലെ ലോകത്ത് മുസ്ലിമീങ്ങളുടെ നിസ്കാരം പോലെ അല്ലാത്തൊരു നിസ്കാരം പഠിപ്പിക്കുക, ലോകത്ത് മുസ്ലിമീങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം പഠിപ്പിക്കുക, എന്നിട്ട് കുഴപ്പം സൃഷ്ടിക്കുക, ഭിന്നത സൃഷ്ടിക്കുക, സമൂഹത്തില് ശക്തി ഇല്ലാതാക്കി കളയുക. ഇത്തരം പ്രവണതകളുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ആ പ്രവണതയിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയാണ് ഇതൊരു മോശമായ വിദേഹത്താണ് എന്ന് അവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യാം, അവരോടുള്ള ആൻസർ ഒഴിവാക്കാം. കദാലിക്കൽ ഔലാ കഫുൽ ഇഹ്സാൻ ഇലൈഹി വൽ ഇആനതു ലഹു അൽ ഇആനതി ലഹു, അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാതിരിക്കുക. അപ്പൊ ആൾക്കാർ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നമ്മൾ ഒരാൾക്ക് ഗുണം ചെയ്യാതിരിക്കുമ്പോ മനസ്സിലായി എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവനോടുള്ള സഹായം ഒഴിവാക്കുക. ലസിയമാ ഫീമാ യദ്ഹറു ലിൽ ഖൽഖി, പ്രത്യേകിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നിടത്ത്. ഖാല അലൈഹിസ്സലാം മൻ ഇൻതഹറ സാഹിബ ബിദ്അത്തിൻ, ഒരു വിദേഹത്തിന്റെ ആളെ ഒരാൾ അവഗണിക്കേണ്ടതുപോലെ അവഗണിച്ച, അല അല്ലാഹു ഖൽബഹു അംനൻ വ ഈമാൻ, അയാളെ മനസ്സിൽ അല്ലാഹു ഈമാൻ വർദ്ധിപ്പിക്കും, നിർഭയത്വം വർദ്ധിപ്പിക്കും. വമൻ അഹാന സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തിന്റെ ആളെ ഈ തരത്തിൽ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ അമ്മനഹുല്ലാഹു യൗമൽ, അവരെ ആക്രമിക്കണം എന്ന് മനസ്സിലാക്കരുത്. ഈ ഇഹാനത്ത് എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഇഹാനത്തിന്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ രൂപത്തിലുള്ള ഇഹാനത്ത്, അതായത് ബഹുമാനിക്കാതിരിക്കലാണ് ഇഹാനത്ത്. ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ബഹുമാനിക്കും. പക്ഷെ ഇത്തരം ആവശ്യത്തിന് വേണ്ടി, ആദർശ സംരക്ഷണത്തിന് വേണ്ടി ബഹുമാനിക്കാതിരിക്കൽ ഇഹാനത്താണ്. ആ ഇഹാനത്താണ് ഇവിടെ പറയുന്നത്. ഒമൻ അഹാന സ്വാഹിബ ബിദ്അത്തിൻ അമ്മനഹുല്ലാഹു യൗമൽ ഫസഇൽ അക്ബർ, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന് അമാനത്ത് നൽകും, സുരക്ഷ നൽകും. ഒമൻ അലാന ലഹു വ അക്രമഹു, ഒരാള് വിദേഹത്തുകാരനെ നന്നായിട്ട് ആദരിച്ചു ബഹുമാനിച്ചാൽ, ഔ ലഖിയഹു ബി ബിശ്രിൻ, അവനോട് സന്തോഷം പ്രകടിപ്പിച്ചാൽ, ഫഖദ് ഇസ്തഖഫ, അവൻ നിസാരപ്പെടുത്തുകയാണ്, ബിമാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയതിനെ എന്ത് ചെയ്യലാണ്, നിസാരപ്പെടുത്തലാണ്. അപ്പൊ വളരെ ഗൗരവപൂർവ്വം നമുക്ക് മനസ്സിലാകേണ്ട ഒരു വശം കൂടിയാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച, ആദരിച്ച ഒരു ദീന്, ആ ദീനിനെ നിസ്സാരപ്പെടുത്തുമ്പോ അതിൽ നമുക്ക് പ്രയാസം ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്വാഭാവിക പെരുമാറ്റാണ്. ആ സ്വാഭാവിക പെരുമാറ്റാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ
ഇതൊരു ഒരു ഒരു വിരോധത്തിന്റെ അധ്യായം അല്ല, മറിച്ച് വിരോധം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു വിരോധത്തിന്റെ അധ്യായമല്ല. അങ്ങനെ ആകുകയും ചെയ്യരുത്. പകരം എനിക്ക് അള്ളാഹു എനിക്ക് വലിയ ഒരു തൗഫീഖ് തന്നതാണ് അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹുവിന്റെ മതം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചു. ഇന്ത്യ പോലെയുള്ള ലോകരാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഇന്ത്യ. ഇത്തരം രാജ്യത്തൊക്കെ ഉള്ള നേരത്തെ ഉള്ള പ്രകൃതം ഒന്ന് ആലോചിച്ചു നോക്കും. ആ പ്രകൃതം എന്ന് പറയുന്നത് അണ്ടവസ്തുക്കളെയെല്ലാം ആരാധിക്കുന്ന നിർഭാഗ്യവശമായ നിർഭാഗ്യപൂർണമായ ഒരവസ്ഥയാണ്. എല്ലാ വസ്തുക്കളെ ആരാധിക്കുക, എല്ലാ വ്യക്തികളെ ആരാധിക്കുക, അങ്ങനത്തെ അതൊരു മനുഷ്യന് ഒരു വ്യക്തിയെ പ്രത്യേകം അത്ഭുതം തോന്നിയാൽ, പ്രത്യേകത തോന്നിയാൽ അവരെയൊക്കെ കീഴ്പ്പെടുക എന്നുള്ള മനുഷ്യന്റെ ഒരു നൈസർഗികതയാണ്. ആ നൈസർഗികത കാരണം മനുഷ്യൻ ഇങ്ങനെ എല്ലാറ്റിനെയും കുമ്പിടുന്ന, മനുഷ്യന്റെ സ്വത്വം മറ്റു വസ്തുക്കൾക്ക്, സൃഷ്ടികൾക്ക് സമർപ്പിക്കുന്ന ഒരു അവസ്ഥ അതില്ലാതായത് അള്ളാഹുവിന്റെ ദീനുള്ളത് കൊണ്ട്. അതുപോലെ മനുഷ്യന് വൈജ്ഞാനിക ലോകം വികസിക്കാനുള്ള കാരണം, സർവ്വ വൈജ്ഞാനിക ലോകവും വികസിക്കുന്നതിന്റെ തുടക്കം മുസ്ലിം പണ്ഡിതന്മാരാണ്, ഇസ്ലാമിന്റെ പ്രചോദനാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത്. മനുഷ്യൻ ബയോളജി പഠിക്കണം, മനുഷ്യൻ ആസ്ട്രോണമി പഠിക്കണം. വൈലൽ അർളി കൈഫ സുത്തിഹത് വൈലൽ ജിബാലി കൈഫ സുത്തിഹത് അങ്ങനെ ഓരോന്നും, ഭൂമിയെ കുറിച്ച്, ജിയോഗ്രഫി, ഇനി പർവ്വതങ്ങളെ കുറിച്ച്, ഓഷ്യാനോഗ്രഫി എല്ലാം പഠിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്. അന്ന് ഒന്നും ഇതുപോലെ പ്രേരിപ്പിച്ചിട്ടില്ല. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരിലൂടെ പഠനമൊക്കെ ഉഷാറായി ഇത്ര വിശാലമായതിനു ശേഷമാണ് മറ്റു പല മനുഷ്യരിലെ പലരും ഇതിൽ നിന്ന് പലതും കോപ്പി അടിക്കലും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് പലപ്പോഴും പഠനങ്ങൾ മറ്റു മേഖലകളിൽ വികസിച്ചു വന്നത് എന്നൊരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ഉന്നതി തന്ന ഒരു ദീൻ, ആ ദീൻ എനിക്ക് മനുഷ്യത്വം സമർപ്പിച്ചിട്ട് എനിക്ക് സ്വത്വം നിലനിർത്താനുള്ള ഒരു സൗഭാഗ്യം തന്ന ആ ദീനിനെ കളങ്കപ്പെടുത്തുന്ന സമയത്ത് അതിനോട് എന്റെ നിസ്സഹകരണം, അതാണ് ഇഹാനത്ത്. അതെന്റെ ഒരു ബാധ്യതയാണ്, അതെന്നിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുന്നതും അവിടെയാണ്. ഇത് നമുക്ക് മനസ്സിലായി, അത് നമ്മൾ അതുപോലെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിശ്വാസം അത് തെളിഞ്ഞു നിൽക്കും, അത് കൂടുതൽ ഉഷാറാകും. അപ്പൊ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമ്മൾ പഠിക്കുന്ന ഒരു ആദർശത്തിന് എപ്പോഴും മൂല്യം ഉണ്ടാകും. ഈ അടുത്ത് ഏതോ ഒരാൾ പറയുന്നത് കേട്ടു, ഞാൻ പഠിക്കുന്ന എന്റെ ആദർശം മാത്രമാണ് ശരി, എന്റെ ഈ ആദർശം മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഭീകരവാദമാണ്. അപ്പോ അയാൾ വാദിക്കുന്നത് എന്താ? അയാളുടെ ആ ആദർശം മാത്രമാണ് ശരി, നമ്മൾ ഇപ്പറയുന്ന ആശയം ശരിയല്ല എന്നല്ലേ? അതൊരു ഭീകരവാദമല്ലേ? അയാളിപ്പോ പറയുന്നത് അയാളാ വിശ്വസിക്കുന്ന ആ ആദർശം മാത്രമാണ് ശരി, വേറൊറ്റ ആദർശം ശരിയല്ല. അതൊരു ഭീകരവാദമല്ലേ? ഭീകരവാദം എന്തല്ല, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കല അല്ല, മറിച്ച് അതിന്റെ പേരിൽ മറ്റൊരാളെ നിർബന്ധിക്കലാണ് ഭീകരവാദം. അതിലേക്ക് മറ്റൊരാളെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നതാണ് അസബിയത്ത്, അതാണ് ഇർഹാബിയത്ത്. അതിനെ നിർബന്ധിക്കുക എന്നതാണ് ഭീകരവാദം എന്ന് പറയുന്നത്. അതിൽ മറ്റൊരാളെ നിർബന്ധിക്കുക എന്നുള്ളത് അതൊരു സ്വീകാര്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പോ അതാണ് ഭീകരവാദം. അത് നമുക്ക് ഉചിതമല്ല, അതത്ര ഗുണമല്ല, അതൊരു നാശത്തിന്റെ വഴിയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകേണ്ട വലിയൊരു കാര്യം. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്ക്, സത്യമായി മനസ്സിലാക്കാൻ, ആ സത്യത്തെ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും അതിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ കൂടി പറയാനുണ്ട്. മൂന്നാമത്തെ ഭാഗം അസ്സാലിസു, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് മൂന്നാം ഭാഗം മുതൽ അവിടെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് തുടർന്നും നമുക്ക് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ
ഇൻഷാ അള്ളാ ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്തു തരും. അള്ളാഹു നമ്മുടെ ഈ ഒരു നല്ല ശ്രമം കബൂൽ ചെയ്യുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു നല്ല സംരംഭത്തിലേക്ക് സമയം കണ്ടെത്തിയ ബഹുമാന്യരായ എല്ലാ സുഹൃത്തുക്കളെയും ആദരവോടെ സന്തോഷം അറിയിക്കുന്ന അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഹാപ്പി സോണിന്റെ സംരംഭങ്ങളെല്ലാം നമ്മൾ വൈജ്ഞാനികം അതിന്റെ ബാക്ക്ഗ്രൗണ്ടായി നിലനിൽക്കണം എന്ന് നമുക്ക് നേരത്തെ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അപ്പോ അതില് ഈ ലൈവും കൂടെ ഉൾപ്പെടുത്തിയാല് നമ്മളെ ടീമിൽ ലൈവായിട്ട് നിൽക്കുന്നവർക്കൊന്നും കൂടി സന്തോഷകരായിട്ട് പിന്നെ ഒരു സംരംഭവും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു സംരംഭവും കൂടെ ഇത്തരം ഒരു സംരംഭം ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സലിമാമിന്റെ ഈ ഭാഗം തന്നെ തെരഞ്ഞെടുത്തത് എപ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ തെരഞ്ഞെടുത്തത്. ഇൻഷാ അള്ളാ നമുക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാ.